അടുത്തത് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞതിൻ്റെ എല്ലാ കണ്ടീഷൻസിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആദ്യത്തെ പോയിന്റ് ഡു നോട്ട് ഒബേ റോൾസ് ലോ. ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞിട്ടായിരുന്നു ഒബേ റോൾസ് ലോ. ഇവിടെ ഡു നോട്ട് ഒബേ റോൾസ് ലോ, റോൾസ് ലോ അനുസരിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പി എ നോട്ട് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ എന്ന് എഴുതാം. അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. എന്തായിരുന്നു ഐഡിയൽ സൊല്യൂഷൻ? എന്തായിരുന്നു? ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു 0. ഇവിടെ രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആയിരിക്കില്ല. അടുത്തത് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. രണ്ട് കമ്പോണൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ വോളിയം ചേഞ്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. രണ്ടാമത്തെ കണ്ടീഷൻ എ ഇൻട്രാക്ഷൻ സോൾവെന്റ് ഇൻട്രാക്ഷൻ ആൻഡ് ബി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ഇൻട്രാക്ഷൻ may be either higher or lower than AB interaction. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ അത് ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഗ്രേറ്റർ ഓർ ലോവർ എന്ന് പറയുകയാണെങ്കിൽ അത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഇപ്പോൾ ഗ്രേറ്റർ എന്ന് പറയുന്നത് ലോവർ എന്ന് പറയുന്നതനുസരിച്ച് രണ്ട് തരത്തിലുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്. ഒരു എക്സാമ്പിളാണ് എത്തനോൾ ആൻഡ് അസെറ്റോൺ. ഈ സൊല്യൂഷൻ എക്സാമ്പിളാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിളാണ് എത്തനോൾ ആൻഡ് അസെറ്റോൺ. ഇനി ഡയഗ്രമാറ്റിക്കായിട്ട് എ ഇൻട്രാക്ഷൻ എ മോളിക്യൂൾസ് സോൾവെന്റ് മോളിക്യൂൾസ് മാത്രം, നെക്സ്റ്റ് സൊല്യൂട്ട് മോളിക്യൂൾസ് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എ ബി ഇൻട്രാക്ഷൻ ഐദർ ഹയർ ഓർ ലോവർ ദാൻ ബി ഇൻട്രാക്ഷൻ. ഇത്രയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കണ്ടീഷൻസ്. അടുത്തത് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് അല്ലെങ്കിൽ വേപ്പർ പ്രഷർ പ്ലോട്ട് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്ലോട്ട് എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ വേപ്പർ പ്രഷർ പ്ലോട്ടിന് വേറൊരു തരത്തിൽ കൂടി പറയുന്നതാണ് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ്. രണ്ട് തരത്തിലാണ് വേപ്പർ പ്രഷർ കർവിന് പറയുന്നത്. ഏത് തരത്തിൽ വേണ്ടി ചോദിച്ചാലും എഴുതണം. ഇപ്പോൾ ഡയഗ്രാം വരച്ച് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കാം. വേപ്പർ പ്രഷർ പ്ലോട്ട് ഫോർ ഐഡിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന് വേണം, അതുപോലെ നോൺ ഐഡിയൽ സൊല്യൂഷനായിട്ട് തരത്തിലുണ്ട്. ആകെ 3 ഗ്രാഫ് വരച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 2 y ആക്സിസും 1 x ആക്സിസുമാണുള്ളത്. വേപ്പർ പ്രഷർ പ്ലോട്ടിന് 2 y ആക്സിസ് ഉണ്ടായിരിക്കും, 1 x ആക്സിസ് മാത്രമേ ഉള്ളൂ. x ആക്സിസിൽ കൊടുക്കുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. x ആക്സിലുള്ള ടേം മോൾ ഫ്രാക്ഷൻ. y ആക്സിസിൽ വേപ്പർ പ്രഷർ ആണ് കൊടുക്കുന്നത്. വേപ്പർ പ്രഷർ y ആക്സിസിലെ വേപ്പർ പ്രഷർ. രണ്ട് y ആക്സിസും 1 x ആക്സിസും. x ആക്സിസിലെ മോൾ ഫ്രാക്ഷൻ, y ആക്സിസിലെ വേപ്പർ പ്രഷർ. എന്തുകൊണ്ടാണ് 2 y ആക്സിസ് വന്നിരിക്കുന്നത്? രണ്ട് കമ്പോണന്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. എ എന്നുള്ള കമ്പോണന്റും ബി എന്നുള്ള കമ്പോണന്റും അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കമ്പോണന്റ് എ ആണെങ്കിൽ എ കമ്പോണന്റിന് ആദ്യത്തെ y ആക്സിസ് എടുക്കുന്നു, രണ്ടാമത്തെ കമ്പോണന്റിന് രണ്ടാമത്തെ y ആക്സിസ് എടുക്കുന്നു. അപ്പോൾ എ ആണ് ആദ്യത്തെ കമ്പോണന്റ്, ഫസ്റ്റ് y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആണെങ്കിൽ വേപ്പർ പ്രഷറാണ് y ആക്സിസിൽ കാണിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ എല്ലാം 0 ആവുന്ന പോയിന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. മോൾ ഫ്രാക്ഷൻ 0 ആൻഡ് വേപ്പർ പ്രഷർ 0. ഇനി ഈ പോയിന്റിൽ y ആക്സിസിൽ എവിടെ വേണമെങ്കിലും വേപ്പർ പ്രഷർ ഓഫ് യുവർ കമ്പോണന്റ് എ കാണിക്കാം. അപ്പോൾ ഒരു ഡയഗ്രത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി ഒരു പോയിന്റ് ഇവിടെ ഇടുന്നു. ആ പോയിന്റിൽ P0A വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എ എന്നുള്ളതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P0A. y ആക്സിസിൽ എവിടെ വേണമെങ്കിലും ഒരു പോയിന്റ് ഇടാം. ആ പോയിന്റിൽ P0A എന്ന് എഴുതാം. ഇനി അടുത്ത y ആക്സിസ്, രണ്ടാമത്തെ y ആക്സിസ് ബി കമ്പോണന്റാണെന്ന് പറഞ്ഞു. ബി കമ്പോണന്റിന് പാർഷ്യൽ പ്രഷർ, പാർഷ്യൽ വേപ്പർ പ്രഷർ, പ്യുവർ കമ്പോണന്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ. ഒരു രണ്ടാമത്തെ y ആക്സിസിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ P0B എന്ന് എഴുതാം. P0B. അപ്പോൾ രണ്ട് കമ്പോണന്റെയും പ്യുവർ വേപ്പർ പ്രഷർ ഡിനോട്ട് ചെയ്തു. അടുത്തത് മോൾ ഫ്രാക്ഷൻ y ആക്സിസിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ x ആക്സിസിലാണ്. x ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആദ്യത്തെ y ആക്സിസിൽ എ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ എ ഈക്വൽ ടു 1. രണ്ടാമത്തെ y ആക്സിസിൽ ബി കമ്പോണന്റ് മാത്രം ഉള്ളതുകൊണ്ട് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ XB ഈക്വൽ ടു 1. ഒരേ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ബി കമ്പോണൻ്റ് എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. റൈറ്റിലെത്തുമ്പോൾ ബി കമ്പോണൻ്റ് മാക്സിമം ആവുന്നു. ലെഫ്റ്റിൽ ബി കമ്പോണൻ്റ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ ബി കമ്പോണൻ്റ് 0 ആയതുകൊണ്ട് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ 0. റൈറ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ ബി കമ്പോണൻ്റ് കൂടി അത് മാക്സിമമായി 1 ആകുന്നു. എ കമ്പോണൻ്റ് മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് അത് 0 ആയി മാറുന്നു. രണ്ടാമത്തെ വൈ ആക്സിസിലെ എ കമ്പോണൻ്റ് തീരെ ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ടാണ് ബി കമ്പോണൻ്റ് മാത്രം നമ്മൾ ഡിനോട്ട് ചെയ്തത്. ആദ്യത്തെ വൈ ആക്സിസിലെ എ കമ്പോണൻ്റ് മാത്രമുള്ളതുകൊണ്ടാണ് B0 എന്ന് എഴുതിയത്. ഇനി അടുത്തത് എ കമ്പോണൻറ്റിലേക്ക് ലെഫ്റ്റ് വീണ്ടും ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഗ്രാഫിൻ്റെ ഉൾഭാഗം വരയ്ക്കുകയാണ്. ആദ്യം P0 ആയിരുന്നു. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്, പ്യുവർ കമ്പോണൻ്റ് എ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്, ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എ കമ്പോണൻറ്റിലേക്ക് ബി കമ്പോണൻറ്റിനെ ചേർക്കാൻ പോവാണ്. ബി കമ്പോണൻറ്റ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നു. ബി കമ്പോണൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സൊല്യൂഷനാണ്. എ ആൻഡ് ബി ചേർന്ന് കഴിഞ്ഞാൽ സൊല്യൂഷനാണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? റോൾസിലോ പറഞ്ഞിട്ടുണ്ട്, സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ PA ആയിരിക്കും. സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ PA പ്രൊപ്പോർഷണൽ ടു കൈ എ, PA പ്രൊപ്പോർഷണൽ ടു കൈ എ അക്കോർഡിംഗ് ടു റോൾസിലോ പറഞ്ഞിട്ടുണ്ട്. PA എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ മാക്സിമം ആയിട്ടുള്ള പോയിന്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് 0 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയുന്നത് കൊണ്ട് വേപ്പർ പ്രഷറും കുറയുന്നു. ഇൻ ദ കേസ് ഓഫ് സൊല്യൂഷൻ വേപ്പർ പ്രഷർ ഡിക്രീസസ് because the mole fraction decreases. Mole fraction of A decreases. എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് അത് 0യിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വേപ്പർ പ്രഷർ ഏറ്റവും കുറഞ്ഞ് 0യിൽ മീറ്റ് ചെയ്തു. അടുത്തത് ബി കമ്പോണൻ്റ് വേപ്പർ പ്രഷർ. പ്യുവർ കമ്പോണൻ്റ് ബിയുടെ വേപ്പർ പ്രഷറാണ് P0B. ഇനി ബി കമ്പോണൻ്റ് മാത്രമുള്ളതാണ് കൈ ബി ഈക്വൽ ടു 1. ഈ വൈ ആക്സിസിൽ ബി കമ്പോണൻ്റ് മാത്രമുള്ളൂ. ഇനി അതിലേക്ക് എ കമ്പോണൻ്റ് ചേർക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. നടുവിലത്തെ റീജിയനാണ് സൊല്യൂഷൻ. എ കമ്പോണൻ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിന് മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരുന്നു. ബിയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് അത് 0 ആയി മാറുന്നു. മോൾ ഫ്രാക്ഷൻ കുറയുന്നത് കൊണ്ട് PB പ്രൊപ്പോർഷണൽ ടു കൈ ബി. മോൾ ഫ്രാക്ഷൻ കുറയുകയാണെങ്കിൽ വേപ്പർ പ്രഷർ കുറയുന്നു. അങ്ങനെ സൊല്യൂഷനിലെത്തുമ്പോൾ ബിയുടെ വേപ്പർ പ്രഷർ കുറയുന്നു. ബിയുടെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഏറ്റവും മാക്സിമം പീക്ക് പോയിന്റാണ് P0B. അത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറഞ്ഞ് 0യിലേക്ക് എത്തുന്നു. അപ്പോൾ P0A കുറഞ്ഞ് A0 ആവുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഇനി സൊല്യൂഷനിൽ അല്ലെങ്കിൽ എയും ബി കമ്പോണൻ്റ് ചേർന്നിരിക്കുമ്പോൾ എന്തായിരിക്കും വേപ്പർ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത്? PB. ഇനി സൊല്യൂഷനിൽ എ കമ്പോണൻ്റ് വേപ്പർ പ്രഷർ എന്തായിരിക്കും? PA. Then what will be the total pressure of solution? Total pressure of solution maximum പോയിന്റ് പ്രഷേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാണ്. പീക്ക് ഹയസ്റ്റ് വേപ്പർ പ്രഷേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ വേപ്പർ പ്രഷർ. P total ഈക്വൽ ടു എന്തായിരിക്കും? PA പ്ലസ് PB. എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിൻ്റെയും ബിയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിൻ്റെയും തുകയായിരിക്കും ടോട്ടൽ വേപ്പർ പ്രഷർ. P total ഈക്വൽ ടു PA പ്ലസ് PB. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്ലോട്ട് അല്ലെങ്കിൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. അതുകൊണ്ട് പറയാം, രണ്ട് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിൽ കൊടുക്കുന്നത് വേപ്പർ പ്രഷറാണ്. രണ്ട് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ കൈ. ഇനി ഓരോ വൈ ആക്സിസും ഓരോ കമ്പോണൻ്റ് ഒറ്റയ്ക്കുള്ളതാണ് കാണിക്കുന്നത്. ആദ്യത്തെ വൈ ആക്സിസ് എ കമ്പോണൻ്റ് മാത്രമുള്ളത്, രണ്ടാമത്തെ വൈ ആക്സിസ് ബി കമ്പോണൻ്റ് മാത്രമായിരിക്കുന്നത്. അപ്പോൾ കമ്പോണൻ്റിൻ്റെ പ്യുവർ സ്റ്റേറ്റ്, വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻ്റിൻ്റെ പ്യുവർ സ്റ്റേറ്റ് ഈ വൈ ആക്സിസിൽ എവിടെ വേണമെങ്കിൽ അടയാളപ്പെടുത്താം. അതൊരു പോയിന്റ് ഗ്രാഫിൽ നമുക്ക് വേണ്ടി ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഇവിടെ ആവാം P0A. ഇനി അടുത്തത് ബി കമ്പോണൻ്റ് സെക്കൻഡ് വൈ ആക്സിസിൽ കാണിക്കുന്നു. ഒരു പോയിന്റിൽ P0B എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് മോൾ ഫ്രാക്ഷൻ. ആദ്യത്തെ വൈ ആക്സിസിൽ എ കമ്പോണൻ്റ് മാത്രമുള്ളതുകൊണ്ട് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു 1. രണ്ടാമത്തെ വൈ ആക്സിസിൽ ബി കമ്പോണൻ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു 1. കൈ ബി ഈക്വൽ ടു 1. അവിടെ കൈ ബി 1 ആയിരിക്കുമ്പോൾ കൈ എ 0 ആയിരിക്കും. അപ്പോഴാണ് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ 1 ആയിരിക്കുള്ളൂ.
അതുപോലെ തന്നെ ഇവിടെ. ഇനി കൈ എ അല്ലെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ 0.8 ഒക്കെ ആവാം. ഒരു കോമ്പോസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വരയ്ക്കാം. 0.8 ആണ് എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു. 0.6, 0.4, 0.2 അങ്ങനെ അവസാനം 0ലേക്ക് എത്തി. അതുപോലെ ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ റൈറ്റിൽ മാക്സിമം ആണ്, ലെഫ്റ്റിലേക്ക് വരുന്നതോടെ കൂടി 0.2 ബി ആയിരിക്കും, 0.4 എ ആയിരിക്കും, 0.6 ബി ആയിരിക്കും. അങ്ങനെ ബിയുടെ മോൾ ഫ്രാക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കുറയുന്നതായും എയുടെ മോൾ ഫ്രാക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കുറയുന്നതായിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കണം. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു 1 ആയിരിക്കും. ഓരോ കോമ്പോസിഷനിലും ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു 1 ഇങ്ങനെയാണ് കിട്ടുന്നത്. എയുടെ മോൾ ഫ്രാക്ഷൻ ബിയുടെ മോൾ ഫ്രാക്ഷൻ എ 1ൽ നിന്ന് കുറഞ്ഞ് 0 ആകുന്നു. ഇവിടെ എന്ന് എഴുതിയാലും മതി. എക്സ് എ ഈക്വൽ ടു 0 എന്ന് ആദ്യം എഴുതാം, മുകളിൽ എഴുതാം. എക്സ് എ ഈക്വൽ ടു 0. ഇനി ബിയുടെ 0 ലെഫ്റ്റ് ഹാൻഡിൽ 0, റൈറ്റ് ഹാൻഡിലേക്ക് അത് മാക്സിമമായി എക്സ് ബി ഈക്വൽ ടു 1. എക്സ് ബി ഈക്വൽ ടു 1. കൈ ബി ഈക്വൽ ടു 1. കൈ ബി ഈക്വൽ ടു 0, കൈ ബി ഈക്വൽ ടു 1. Chi mole fraction of B increasing from left to right and a mole fraction of A decreasing from left to right. So maximum വരുന്ന point P0B vapor pressure of pure B, and then it decreases in solution and becomes 0 at the left end. P0A maximum in the left end and then decreases, vapor pressure decreases and becomes PA, and at last it becomes 0 because A mole fraction of A equal to 0 at the right end. അപ്പോൾ സൊല്യൂഷനിൽ വേപ്പർ പ്രഷറിന് നമുക്ക് പി എ എന്ന് കാണിക്കാം. റോൾസ് ലോ അനുസരിച്ച് ബി കമ്പൗണ്ട് വേപ്പർ പ്രഷറിന് പി ബി എന്ന് എഴുതാം. ദെൻ ടോട്ടൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും ഈ സൊല്യൂഷൻ്റെ, അതാണ് ഏറ്റവും പീക്ക് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. അതിനെ പി ടോട്ടൽ എന്ന് എഴുതാം. പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി അക്കോർഡിംഗ് ടു റോൾസ് ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അനുസരിച്ച് പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഇതാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ കർവ്. അതിൽ ഈ വാല്യൂസ് ഒന്നും ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ കാണിക്കേണ്ട, അത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ്. ഇത്രയാണ് വേപ്പർ പ്രഷർ പ്ലോട്ട് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. ഇതുപോലെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷന് 2 ഗ്രാഫ് വരയ്ക്കാനുണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷന് 2ഉം ഐഡിയൽ സൊല്യൂഷൻ 1 ഗ്രാഫുമാണ് പഠിക്കാനുള്ളത്.